ആസൂത്രണം ചെയ്ത ഒരു ഓപ്പറേഷൻ എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. കാരണം ഈ പ്രതികളുടെ കയ്യിൽ തോക്ക് അടക്കമുള്ള ആയുധങ്ങൾ ഉണ്ടായിരുന്നു. ഈ പോലീസുകാരന് കുത്തേറ്റു എന്നാണ് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ തോക്ക് മാത്രമല്ല മറ്റ് ആയുധങ്ങളും ഈ പ്രതികളുടെ കയ്യിൽ ഉണ്ടായിരുന്നു എന്ന് തന്നെ വേണം നമുക്ക് മനസ്സിലാക്കാൻ. കൃത്യമായി ആയുധങ്ങൾ ശേഖരിച്ച് തൃശ്ശൂരിനെ കുറിച്ച് കൃത്യമായി അവർക്ക് ആ ഒരു പ്ലാൻ അറിഞ്ഞ് തന്നെ ആയിരിക്കണം അവർ മുന്നോട്ട് പോയിട്ടുണ്ടാവുക. കാരണം മണിക്കൂറുകൾക്കുള്ളിലാണ് ഈ 3 ATMകളിലും കവർച്ച നടത്തിയത്. അതിസാഹസികമായി അതിവിദഗ്ധമായാണ് ഇവർ രക്ഷപ്പെട്ടത് എന്നുകൂടി നമുക്ക് പറയേണ്ടിയിരിക്കുന്നു. കാരണം മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ 3 ATMകളിലും കവർച്ച നടത്തി കണ്ടെയ്നറിൽ കയറ്റി ഇവർ രക്ഷപ്പെടുന്നു. പക്ഷെ അവിടെ അവർ പരാജയപ്പെട്ടു എന്ന് പറയണം. കാരണം പോലീസിന്റെ കൃത്യമായ ഇടപെടലുകൾ കേരള പോലീസ് കൃത്യമായി തന്നെ ബാക്കി സംസ്ഥാനങ്ങളിലേക്കും ജില്ലകളിലേക്കും മെസ്സേജുകൾ പാസ് ചെയ്യുന്നു. തമിഴ്നാട് പോലീസിന്റെ കാര്യക്ഷമമായ അന്വേഷണം അല്ലെങ്കിൽ കൃത്യമായ അന്വേഷണത്തിനൊടുവിൽ മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ ഇവർ പിടിയിലാവുന്നു. എന്തായാലും ഇവർ ഈ തൃശ്ശൂരിൽ എങ്ങനെ വന്നുപെട്ടു, ജോലിക്കായോ മറ്റോ തൃശ്ശൂരിൽ വന്നെത്തിയവരാണോ അതല്ല ഇങ്ങനെ ഒരു കൃത്യമായ ഓപ്പറേഷൻ പ്ലാൻ ചെയ്തതിനു ശേഷം തൃശ്ശൂരിൽ എത്തിയവരാണോ, ഇതെല്ലാം സംബന്ധിച്ച് നമുക്ക് കൂടുതൽ വിവരങ്ങൾ പുറത്തു വരേണ്ടിയിരിക്കുന്നു. എന്തായാലും അത്തരം വിവരങ്ങളെല്ലാം മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ വ്യക്തമാവുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇപ്പോൾ തൃശ്ശൂർ SP അടക്കമുള്ളവർ നാമക്കലിലേക്ക് പുറപ്പെട്ടെന്നാണ് ഏറ്റവും ഒടുവിൽ വരുന്ന വിവരം. എന്തായാലും ഈ പ്രതികളുമായുള്ള ഏറ്റുമുട്ടലിൽ ഒരു പോലീസുകാരന് കുത്തേറ്റു. 7 പ്രതികളിൽ ഒരാൾ വെടിയേറ്റ് കൊല്ലപ്പെട്ടു എന്നാണ് അറിയുന്നത്. ബാക്കി 6 പ്രതികളും ഇപ്പോൾ പോലീസിന്റെ പിടിയിലായിട്ടുണ്ട്. എന്തായാലും വരും മണിക്കൂറുകളിൽ സംബന്ധിച്ച് കൂടുതൽ വിവരങ്ങൾ പുറത്തു വരും എന്ന് പ്രതീക്ഷിക്കാം. സജിത്ത്, വളരെ കൃത്യമായി നടന്ന ഒരു ഓപ്പറേഷൻ തന്നെയാണെന്ന് വ്യക്തമാണ്. പ്രതികളുടെ കയ്യിൽ ആയുധങ്ങൾ ഉണ്ടായിരുന്നു, തോക്കടക്കം ഇപ്പോൾ പോലീസ് പിടിച്ചെടുത്തിട്ടുണ്ട്. ഒപ്പം തന്നെ ഇവരുടെ കയ്യിലുണ്ടായിരുന്ന പണം, ATM കവർച്ച നടത്തിയ പണം പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. എന്തായാലും മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ ഈ പ്രതികളെ പിടിക്കാനായി എന്നത് പോലീസിന്റെ വലിയ ഇടപെടലാണ്. അക്കാര്യത്തിൽ പോലീസിനെ നമുക്ക് കൃത്യമായി അഭിനന്ദിച്ച് മതിയാവും. കാരണം മണിക്കൂറുകൾക്കുള്ളിൽ ഇത്രയും വലിയ പ്ലാൻ ചെയ്ത വളരെ ആസൂത്രിതമായി നടന്ന ഒരു കവർച്ച അത് മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ കേരള പോലീസും തമിഴ്നാട് പോലീസും ചേർന്ന് ഒരുമിച്ച് നടത്തിയ അന്വേഷണത്തിന്റെ ഫലമായി പ്രതികളെ പിടികൂടാനായിരിക്കുന്നു എന്നാണ് വിവരം. സജിത്, യെസ്, ഷംന സൂചിപ്പിച്ചതുപോലെയാണ് അസാധാരണമായ ഒരു ഓപ്പറേഷൻ പോലീസിന്റെ ഭാഗത്ത് ഇക്കാര്യത്തിൽ ഉണ്ടായി. അതുകൊണ്ടാണ് ഈ തരത്തിൽ പ്രതികളെ വേഗത്തിൽ പിടികൂടാൻ കഴിഞ്ഞത്. ഇതുവരെ നടന്ന കാര്യങ്ങളുടെ ഒരു ചുരുക്കം ഇങ്ങനെയാണ്. ഇന്ന് പുലർച്ചെ 2:10 കൂടിയാണ് ആദ്യം മോഷണം നടക്കുന്നത്. തൃശൂർ മാപ്രാണത്ത് ഒരു ATM കവർച്ച നടക്കുന്നു. ഇത് സംബന്ധിച്ച് അലർട്ട് ലഭിക്കുന്നത് പോലീസിന് ലഭിച്ചതിന് തൊട്ട് പിന്നാലെ തന്നെ പോലീസ് മൂവ്മെന്റ് ആരംഭിക്കുന്നു. പക്ഷേ 3 മണിക്ക് വീണ്ടും ഷൊർണൂർ റോഡിലും പിന്നീട് 4 മണിയോടെ കോലടിയിലും കവർച്ച നടത്തി ഇവർ പിന്നീട് കടന്നു കളയുന്നു എന്നതായിരുന്നു സാഹചര്യം. മാപ്രാണത്ത് കൊള്ളയടിച്ചപ്പോൾ തന്നെ മെസ്സേജ് അലർട്ട് പോലീസിന് ലഭ്യമാവുന്നു. ഉടൻ തന്നെ പോലീസ് എത്തുമ്പോഴാണ് അടുത്ത പോയിന്റിൽ നടക്കുന്നത്. ഇതിനിടയിൽ ഈ അലർട്ട് ലഭിക്കുന്നതനുസരിച്ച് മറ്റിടത്തും മോഷണം നടക്കുന്നു. ഇങ്ങനെ 3 ഇടങ്ങളിൽ മോഷണം നടക്കുകയും ആ 3 ഇടങ്ങളിൽ പോലീസിന് ഇൻഫർമേഷൻ ലഭിക്കുകയും ചെയ്യുന്നു. തുടർന്ന് വേഗത്തിൽ ഈ പ്രതികളെ ലൊക്കേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നു. ATM അവിടെ CCTV ദൃശ്യങ്ങൾ ശേഖരിക്കുന്നു. സമാന കാലത്ത് ഈ ATM കേന്ദ്രീകരിച്ചുകൊണ്ട് കവർച്ച നടത്തുന്ന സംഘം ആര് എന്നത് സംബന്ധിച്ചുള്ള അന്വേഷണമാണ്. ഇവിടെ സംസ്ഥാനങ്ങൾ തമ്മിലുള്ള പോലീസ് സംഘങ്ങൾ തമ്മിലുള്ള ഒരു ഏകോപനം ഉണ്ടാവുന്നു. തമിഴ്നാടുമായി ബന്ധപ്പെടുന്നു, തമിഴ്നാട് സർക്കാരുമായി ബന്ധപ്പെടുന്നു, പോലീസുമായി ബന്ധപ്പെടുന്നു. അങ്ങനെയാണ് ഈ തമിഴ്നാട് സംഘം ഈ ATM കേന്ദ്രീകരിച്ച് കവർച്ച നടത്തുന്ന സംഘം ആര്, അവരെ കേന്ദ്രീകരിച്ച് അന്വേഷണം നടക്കുന്നു. ഇതിനിടയിലാണ് ഈ പ്രതികൾ പാലക്കാട് കോയമ്പത്തൂർ വഴി തമിഴ്നാട്ടിലേക്ക് കടന്നു എന്ന സൂചനകൾ കൂടി ലഭ്യമാവുന്നത്. ഏറ്റവും ഒടുവിൽ പ്രതികളെ വളഞ്ഞിട്ട് പോലീസ് പിടികൂടുകയായിരുന്നു. ഇതിൽ നിർണായകമായത് കാരണം ഈ ലോറി വാഹനം CCTVയിൽ ഒരു പക്ഷേ ആ വാഹനത്തിന്റെ നമ്പർ അടക്കം ദൃശ്യമാവുന്നത് കൊണ്ട് തന്നെ വാഹനം മറയ്ക്കുന്നതിന് ഒരു കണ്ടെയ്നർ ലോറിയിൽ കടത്തിക്കൊണ്ടുപോവുക എന്ന വലിയ ആസൂത്രിതമായ നീക്കം നടന്നു എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. ഷംന, ഈ പ്രതികളുടെ നീക്കം എന്തായിരുന്നു, മോഷ്ടാക്കളുടെ നീക്കം എന്തായിരുന്നു? നമ്മൾ കഴിഞ്ഞ കാലങ്ങളിലൊന്നും കേട്ടതല്ല. ഇതുപോലെ ഈ CCTV ദൃശ്യങ്ങളിൽ തെളിവുകൾ വന്നത് മറച്ചു വെക്കുന്നതിന് വേണ്ടി മറ്റൊരു കണ്ടെയ്നർ ലോറിയിലേക്ക് ആ വാഹനം തന്നെ കയറ്റിക്കൊണ്ടുപോവുക എന്നത് നീക്കം. അങ്ങനെയെങ്കിൽ വലിയ ആസൂത്രിത സംഘം ഇതിന് പിന്നിലുണ്ട്, അങ്ങനെ കരുതണമല്ലേ?